VHSS ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നയനിയിൽ നിന്നും പർവീൻ അഷ്റഫ്. പ്രധാന വാർത്തകൾ. പുതിയ അധ്യയന വർഷത്തിലെ NCC, സ്കൗട്ട്, ഗൈഡ് യൂണിറ്റുകളുടെ പരേഡ് ആരംഭിച്ചു. ജനാധിപത്യത്തിന്റെ പുതുപാഠങ്ങൾ പകർന്നുകൊണ്ട് ജൂലൈ 17-ന് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു. ശാസ്ത്ര പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി നടന്ന സ്റ്റുഡൻസ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം SIP ശ്രദ്ധേയമായി. അറബിക് ഇംഗ്ലീഷ് ക്ലബ്ബുകളുടെ രൂപീകരണം വിവിധ പരിപാടികളോടെ നടന്നു. പുതിയ അധ്യയന വർഷത്തിലെ NCC പരേഡ് 8ാം ക്ലാസ്സിൽ നിന്ന് 58 കുട്ടികളും 9ാം ക്ലാസ്സിൽ നിന്ന് 41 കുട്ടികളുമായി നടന്നു. NCC ഓഫീസർ അബൂബക്കർ സാർ നേതൃത്വം നൽകി. VGHSS സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിന്റെ രൂപീകരണം പൂർത്തിയായി. സ്കൗട്ടിൽ 10 വിദ്യാർത്ഥികളും ഗൈഡിൽ 21 വിദ്യാർത്ഥികളെയും സെലക്ട് ചെയ്തു. 2 യൂണിറ്റ് മാത്രമുണ്ടായിരുന്ന ഗൈഡ് യൂണിറ്റിൽ പുതിയൊരു യൂണിറ്റ് തുടങ്ങിയതോടെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിച്ചു. ടീച്ചർമാരായ സമീന ടീച്ചർ, സിജിന ടീച്ചർ, സിബി ടീച്ചർ എന്നിവർ മേൽനോട്ടം വഹിച്ചു. അറബിക് ഇംഗ്ലീഷ് ക്ലബ്ബുകളുടെ രൂപീകരണം വിവിധ പരിപാടികളോടെ ജൂലൈ 14-16 തീയതികളിൽ നടന്നു. ഉദ്ഘാടനം HMPK ഫാസിൽ സാർ നിർവഹിച്ചു. അറബിക് ക്ലബിന്റെ കീഴിൽ നടന്ന അലിഫ് ടാലന്റ് സെർച്ചിൽ ഫർസീൻ ജേതാവായി. പരിപാടിയിൽ റിസ്വാന ടീച്ചർ, അയന ടീച്ചർ, ഷീജ ടീച്ചർ, സിദ്ദീഖ് സാർ, ഫിറോസ് സാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജനാധിപത്യത്തിന്റെ പ്രായോഗിക പാഠം പകർന്ന് ജൂലൈ 17-ന് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു. ക്ലാസുകളെ വാർഡുകളായും ഡിവിഷനുകളെ ബൂത്തുകളായും തിരിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെ കീഴിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെയാണ് ഇലക്ഷൻ നടപടികൾ പൂർത്തിയായത്. മോക്ക് പോൾ നടത്തി PTA പ്രസിഡന്റ് KR നടരാജൻ ഉദ്ഘാടനം ചെയ്തു. HMPK ഫാസിൽ സാർ, അബൂബക്കർ സാർ, ഷിയ സാർ, നജ്മത്ത് ടീച്ചർ, ഷജിന ടീച്ചർ, സിജിന ടീച്ചർ, അഫ്സന ടീച്ചർ NCC, സ്കൗട്ട്, ഗൈഡ്, JRC, ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിൽ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളിലെ ശാസ്ത്രബോധം, യുക്തിചിന്ത എന്നിവ വളർത്തുന്നതിനായി സയൻസ് ക്ലബിന്റെ കീഴിൽ നടന്ന സ്റ്റുഡൻസ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം SIP ശ്രദ്ധേയമായി. പ്രോഗ്രാമിൽ KSA അസീസിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോക്ടർ ഇസ്മയിൽ ഹസൻ മുഖ്യാതിഥിയായി. ഒരു ശാസ്ത്ര വിദ്യാർത്ഥിക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങളെക്കുറിച്ചും ശാസ്ത്രം ലോകത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ചും പ്രതിപാദിച്ചു. പ്രോഗ്രാമിൽ സയൻസ് ക്ലബ് കൺവീനർ തസ്നി കബീർ സ്വാഗത പ്രസംഗവും സജിന നാസർ ആശംസകളും അർപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.